അയ്യോ, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? കുട്ടിമണിയെ അന്വേഷിച്ചെത്തുന്ന മനസ്സിനെ രാഹുലിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന മഹേഷ് കുട്ടിമണിയുടെ ഓർമ്മ കുട്ടിമണിയെ കാണാതെ തിരികെ പോകുന്ന മനസ്സിന് എന്റെ അളിയൻ മഹാവൃത്തികേട്ടനാണെന്നും കുട്ടിമണിക്ക് വേറെ ഭർത്താവുണ്ടെന്നും വൈദ്യുതി വീട്ടിൽ ഈ നമ്പറിലേക്ക് ബാലൻ അറിയുന്നു. ബാസ്റ്റിൻ മതികലയ്ക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു. മതികലയുടെ നിർദ്ദേശപ്രകാരം വൈദ്യൻ ബാലനെ ചികിത്സിക്കാനെത്തുന്നു. ശരീരത്തിന് വന്ന ക്ഷതങ്ങൾ മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ചികിത്സ തുടങ്ങിയാൽ മതി. പൂർണ്ണ ആരോഗ്യത്തോടെ എന്നെയും ഈ കുടുംബത്തെയും സംരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലാത്ത മകനെ തേടിപ്പോകാനായി മാത്രം ചികിത്സിക്കണമെന്നില്ല. ഞാൻ നിൽക്കണോ പോണോ? എന്തായാലും ഒന്ന് പരിശോധിക്കാം. മരുന്നും പത്തിയൊക്കെ വേണമെന്ന് അത് കഴിഞ്ഞ് തീരുമാനിക്കാം. പ്ലീസ് ബാലേട്ടാ, ഞാനല്ലേ പറയുന്നത്. സീതേ, ഇവിടെ നീ ഇവിടുന്ന് വിളിച്ചോണ്ട് പോ, ഇല്ലെങ്കിൽ ഞാനൊരു ചികിത്സയ്ക്കും സഹകരിക്കില്ല. കലങ്ങി വാ, നമുക്ക് അകത്തോട്ട് പോവാം. ഞാൻ വരാം സീതയെടുത്തി. ഞാൻ ഇനി ഇവിടെ നിന്നാ ബാലേട്ടന് ശല്യമാവെങ്കിൽ പോയേക്കകത്തേക്ക്. എന്തൊക്കെ പറഞ്ഞാലും ബാലേട്ടന്റെ ആരോഗ്യം തന്നെ എനിക്ക് വലുത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്നേക്ക്. ദേ ഇവിടെ ഇരുന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ഇരിക്കേ. രക്തക്കുറവ് നല്ലോണം ഉണ്ട്. മുരിങ്ങയില കഷായം വെച്ച് കുടിക്കണം. അതിൽ ചേർക്കാൻ ഒരു ഭസ്മം ഞാൻ തരാം. ഇതൊന്ന് അഴിച്ചാലോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കഴുത്ത് വല്ലാതെ കഴിക്കുക. കുഴമ്പിട്ടൊന്ന് തിരുമ. കിണറിന്റെ അരിഞ്ഞാണത്തിൽ ഇടിച്ചതാവും. ജീവൻ തിരിച്ചു കിട്ടിയതിനെ മഹാഭാഗ്യം. അടിത്തട്ടിൽ പ്രാണവായു ഉണ്ടാവില്ലെന്നാ ഞാൻ കരുതിയത്. വൈദ്യരെ, നീ വീണ്ടും വന്നോ? നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ മരുന്നുകളുടെയും കുറുപ്പടിയുടെയും കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത്. അല്ല വൈദ്യരെ, ഇന്നലെ തന്ന മരുന്നുകളെ അത് ഞാൻ കഴിച്ചു തുടങ്ങിയിരുന്നേ. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും നടുവുളുക്കി. നല്ല വയറുവേദനയുണ്ട്. മനം പുരുട്ടുന്നതായി തോന്നുന്നുണ്ടോ? ഉണ്ട്. ഈ ചില മണം അടിക്കുമ്പോഴേ ഛർദിക്കാൻ വരും. പക്ഷേ ഏതുതരം മണങ്ങളോടാ അതിർത്തി? ഈ അടുപ്പത്ത് അരി തിളയ്ക്കുമ്പോ ഒരു മണം വരില്ലേ, രാവിലെ അന്നേരമാ ഓക്കാനും വന്നത്. വലിയ രോഗം വല്ലതും ആണോ വൈദ്യരെ? എന്തായാലും 2 ദിവസം കൂടി ഞാൻ തന്ന മരുന്ന് കഴിക്കേ. ഇനിയിപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമല്ലോ, വിവരം പറഞ്ഞാൽ മതി. ശരി വൈദ്യരെ. അവൾക്കെന്താ വൈദ്യരാസുഖം? പറയാം, ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തിക്കോട്ടെ. ഇല്ല കുട്ടിമണി, ഇതുവരെ സമയം കിട്ടിയില്ലേ? സമയം കിട്ടാഞ്ഞിട്ടല്ല കുട്ടിമണി. ഞാനേ ഒന്നുകൂടെ ആലോചിച്ചപ്പോഴേ ശീലാവതി ചേച്ചി ആള് ശരിയില്ലാന്ന് എനിക്കൊരു തോന്നൽ. എന്നാ കുഴപ്പം? അതായത് ശീലാവതി ചേച്ചി മറ്റേ രാക്ഷസിമാർക്കൊക്കെ ചായ കൊടുക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞില്ലേ? ബ്രഹ്മശ്രീ മംഗളത്തെ അമ്മയും ശീലാവതി ചേച്ചി അങ്ങനെയൊക്കെ ദ്രോഹിച്ചാലോ? എന്തായാലും നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പതുക്കെ വിളിക്കാം. പിന്നെ രാഹുല, അങ്ങോട്ടൊന്ന് ചെല്ലാൻ അമ്മ പറഞ്ഞിട്ട് രാഹുൽ എന്താ പോത്തെ? അമ്മ എന്നും ചോദിക്കും രാഹുൽ എന്താ വരാത്തെന്ന്. ഞാൻ പോയി കണ്ടോളാം കുട്ടിമണി. ഇന്ന് പോവാ? പോവാം. ഇപ്പൊ പോവാ? ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. പറ്റില്ല, ഇപ്പൊ തന്നെ പോണം. വഴക്കുണ്ടാക്കല്ലേ കുട്ടിമണി, ഞാനൊരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുക, ശല്യപ്പെടുത്താതിരിക്കുക. അതെ, അമ്മയെ കണ്ടിട്ട് വന്നിട്ട് ആലോചിച്ചാ മതി. ശരി, ഇപ്പൊ തന്നെ പോയി കണ്ടോളാം. എന്നാ നമുക്ക് ഒരുമിച്ച് പോവാം. നീ എന്തിനാ വരുന്നേ? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എന്റെ കൂടെ വന്നാ മതി. ഇത്തിരി വാശിയായത്.
എന്നാ ഒരുമിച്ച് പോവാ അതാണ് വാ 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 അല്ലടാ കുട്ടിമണി, എനിക്ക് വല്ല ദാഹിക്കുന്നു. നീ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരുമോ? എല്ലാം ശരി, ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ നിക്കണം. വെള്ളം കുടിച്ചാൻ കണ്ട നേരം. അതാ നല്ലത്. രാഹുല, 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 രാഹുല എവിടെ പോയി? എന്നെ കൂട്ടാതെ നീ ഒറ്റയ്ക്ക് പോയല്ലേ? കാണിച്ചരാ, ഇപ്പൊ തരാം. ഇവിടെ എവിടെ പോയി? എന്തേ പോയോ? അയ്യോ, ഞാനിവിടെ ഉണ്ട് മോളെ. അയ്യോ, അമ്മേ അല്ല, ഞാൻ നോക്കിയതേ രാഹുലനെയാ. രാഹുലിനെയോ? ഇവിടെ ആരും വന്നില്ലല്ലോ മോളെ. ഇല്ലേ? അയ്യോ, ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയതാണല്ലോ. ഒരു തരത്തില ഞാൻ ഇങ്ങോട്ടൊന്ന് ഉണ്ടിത്തള്ളി വിട്ടത്. എങ്കിൽ പിന്നെ നിനക്കും കൂടെ വരാൻ മേലായിരുന്നോ? അവൻ എന്തിനാ തനിച്ച് വിട്ടത്? ഒരുമിച്ച് വരാന്ന് പറഞ്ഞപ്പോ രാഹുലൻ പറഞ്ഞു കുടിച്ചാൻ വെള്ളം വേണമെന്ന്. ഞാൻ വെള്ളം കൊണ്ട് വന്നപ്പോ കണ്ടില്ല. എങ്കിൽ സംശയിക്കണ്ട, അവൻ കടന്നു കളഞ്ഞതാ മോളെ. അങ്ങനെ വിറ്റാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും? ഒരാളെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അത് പറ്റത്തില്ല. പക്ഷെ വേറൊരു വഴി ഉണ്ടല്ലോ. എന്ത് വഴി? രാഹുൽ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി കാണും. കാല് വയ്യാത്ത ഞാൻ എങ്ങനെയാ മോളെ അങ്ങോട്ട് പോകുന്നത്? അതൊക്കെ ഞാൻ ഏറ്റു. അല്ലേലും കൊറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കാം അമ്മയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് കറങ്ങണമെന്ന്. വേണ്ട വേണ്ട മോളെ, ഇരുന്നോണം. ഇല്ല ചുറ്റ അടിക്കാൻ വെച്ചേരാ. ഏത്തില്ല, പിന്നെ ഞാനല്ലേ വിളിച്ചത്. അപ്പൊ എങ്ങനെ ഇന്നാ മതി, ഞാനങ്ങ് കൊണ്ടക്കോളാം. എന്താ ചേച്ചി? മിസ്റ്റർ രാഹുലൻ, ഇത് ചേച്ചിയല്ല, ഐ എം എ കുട്ടിമണി. എന്താ കുട്ടിമണി? രാഹുലൻ ഉടനെ ഇവിടെ എത്തണം, ഇല്ലെങ്കിൽ ചേച്ചിയെ ഞാൻ ഉപദ്രവിക്കും. അയ്യോ കുട്ടിമണി, വേണ്ട വേണ്ട, ഞാൻ ഉടനെ വരാം. ശരി ശരി, വേഗം വന്നോ. എന്താ കുട്ടിമണി നിന്റെ ഭാവം? എന്തിനാ എന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞത്? ചുമ്മാ രാഹുലിനെ ഒന്ന് പേടിപ്പിച്ച, എന്നാലല്ലേ വരൂ. ചേച്ചി വാ. എല്ലാരും കേട്ടോ, ഞാൻ രാഹുലിനെ പേടിപ്പിച്ചു. എന്നാലും വർഷങ്ങളായിട്ട് പുറത്തിറങ്ങാത്ത ആ സ്ത്രീയെ അവൾ എങ്ങനെ പുറത്തിറക്കി? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അവരുടെ പ്രകൃതത്തിൽ മാറ്റമുണ്ട്. കുട്ടികളെ കണ്ട ചീത്ത വിളിച്ച് ഓടിച്ചോണ്ടിരുന്നവരാ. ഇപ്പൊ കണ്ടില്ലേ, വീൽ ചെയറിലാണെന്നേ ഉള്ളൂ, അവരിൽ ഒരാളെ പോലെ തന്നെയായി. നമുക്ക് ഈ കസേര റോഡിലൂടെ അങ്ങോട്ട് ഓടിച്ചാലോ? അതൊക്കെ വലിയ ബുദ്ധിമുട്ട് ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അതെ നമ്മളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചല്ലേ? അല്ല, അത് പിന്നെ അത്യാവശ്യമായിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് ഞാൻ പോയതാ. നീ എന്താ എന്നാ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് വരാത്തത്? എന്താ ശീലാവിനെ കൊണ്ടുവരാത്തെ? അത് ഒരുപാട് രഹസ്യങ്ങൾ നിന്റെ മനസ്സിലുണ്ട്, അതൊക്കെ എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറയാൻ എനിക്ക് മനസ്സിലെങ്കിലോ? എന്താ പറഞ്ഞേ കുട്ടിമണി? നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നത് ഞാനാ. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടി എന്നെ കുഴപ്പിക്കാനാ നിന്റെ ഭാവമെങ്കിലേ നിന്നെ കൊണ്ടുവന്നോലെ ഞാൻ തിരിച്ചുകൊണ്ടു. അയ്യോ ചേച്ചിയെ കൊണ്ടുപോകല്ലേ. എനിക്ക് സന്തോഷമായി കുട്ടിമണി. ആശുപത്രിയിൽ ആർക്കും വേണ്ടാതെ കിടന്ന നിനക്കിപ്പോ എത്ര ആവശ്യക്കാരാ. സമാധാന കുട്ടിമണി, മാറാങ്ങോട്ട്. അതെ, ഈ രാഹുലിന് ഇപ്പൊ എന്തൊക്കെയാ ഈ പറഞ്ഞേ? ഉത്തരം മുട്ടിയപ്പം കൊഞ്ഞണം കുത്തി. സാരമില്ല, അവനെ കൊണ്ട് തന്നെ ഞാൻ ഉത്തരം പറയിച്ചോ. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിച്ചു.
എന്തിനാ തനിയെ കുഴമ്പ് തടവുന്നത്? എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ? തനിയെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അപ്പച്ചമ്മ. ബുദ്ധിമുട്ടോ? എനിക്കോ? ആ എന്നാലേ ഒന്ന് ബുദ്ധിമുട്ടിയിട്ട് തന്നെ കാര്യം. കഷ്ടം തന്നെ. കഴുത്തിന് ബലം വെച്ച് തുടങ്ങിയോ മക്കളെ? എന്താ ഇപ്പൊ തോന്നുന്നത്? ഭേദമുണ്ട് അപ്പച്ചമ്മ. അല്ലെങ്കിലും ആ വൈദ്യം ബഹുമിടുക്കനാ. അയാള് സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന മരുന്നുകൾ മാത്രം ഈ സൂക്കേടിന് കൊടുക്കുന്നത്. കാല് തിരുമണോ മക്കളെ? വേണ്ട അപ്പച്ചമ്മ, ആ ഞാൻ കുഴമ്പ് തടവിയതാ, ഇനി മതി. ചുവടുകൾ കുറെ കൂടി ഉറച്ചു തുടങ്ങി. ഭേദമായ മുംതാസ് മാഡത്തെ ഒന്ന് പോയി കാണണം. ജയിലിൽ ചെന്ന് ഗീവർഗീസിനെ കാണാൻ അനുവാദം ചോദിക്കണം. അയാളുടെ കയ്യിൽ നിന്ന് എന്റെ മോനെ വാങ്ങിച്ചയാളും ജയിലിലുണ്ടെന്നല്ലേ പറഞ്ഞത്. ഞാനും വരാം മക്കളെ. നമ്മുടെ കുഞ്ഞെവിടെയാണെന്നറിയാൻ അപ്പച്ചി അമ്മ അവരുടെ കാല് വേണമെങ്കിലും പിടിക്കാം. കാല് പിടിച്ചാലൊന്നും അലിയുന്ന കൂട്ടങ്ങളല്ല അപ്പച്ചിയമ്മ അത്. പോലീസ് ചോദ്യം ചെയ്തിട്ട് പോലും എത്ര വിദഗ്ധമായിട്ട് അവർ സത്യം ഒളിപ്പിച്ചു വെച്ചത്. പോലീസുകാരുടെ ചോദ്യം ചെയ്യലില് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ബാലേട്ടാ. ആ ഇവിടുന്ന് പതുങ്ങി ഇപ്പോണ്ടായിരുന്ന പൂച്ചയ്ക്ക് പോലും ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ കാർക്കോടകി. ഞാൻ എന്റെ ആശങ്കകൾ പങ്കുവച്ചതിന് എന്തിനാ അപ്പച്ചമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്റെ ആശങ്ക കടന്നു പോടി അവിടുന്ന്. ഒളിഞ്ഞു കേൾക്കാൻ വന്നിരിക്കുന്നു ചപ്പട്ട. ഞാൻ ഒളിഞ്ഞേക്കാൻ വന്നൊന്നുമല്ല. ബാലേട്ടന് കുളിക്കാൻ വെള്ളം ചൂടാക്കണോന്നറിയാൻ വേണ്ടി വന്നത്. എനിക്ക് വേണ്ട നിന്റെ ഒരു സൗജന്യവും. ഇവിടുന്ന് നീ ഒന്ന് പോയി തന്നാ മതി. മോളെ മതികലെ, മക്കളൊരു കാര്യം ചെയ്യ്. എന്താ അപ്പച്ചമ്മ? മക്കളി ഒന്ന് ഒരു കൂട്ടും വെള്ളം എടുത്ത് നല്ലോണം തിളപ്പിക്ക്. വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞ് എന്നെ വിളിക്ക്. ഓ അപ്പച്ചമ്മയ്ക്ക് കുളിക്കാനാണോ? എനിക്കറിയാം. അയ്യോ അല്ല മക്കളെ, നിന്റെ തലയെടുത്താ നീ മുക്കി വെക്കാനി. കടന്ന് പോടിയാണെന്ന്. എവിടെ പോവാനാ? ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും ആ സത്ത്. നമ്മള് പറയുന്നത് വള്ളിപുള്ളി വിടാതെ പിടിച്ചെടുക്കണ്ടേ? അവള് കേട്ടാലും എനിക്കൊന്നുമില്ല. അവളെപ്പോലെ ഒളിച്ചും പാത്തുമല്ല ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കേ ഇരുളിന്റെ മറയും വേണ്ട വയലോരം വീട്ടിലെ ബാലേന്ദ്രന്. പകൽ വെളിച്ചത്തിൽ പറഞ്ഞിട്ടേ ഞാൻ പ്രവർത്തിക്കുള്ളൂ. അതൊരു കൊലപാതകമാണെങ്കിൽ പോലും. നമുക്ക് ഇനി അമ്മയുടെ മുക്ക് സുന്ദരിയാക്കാമേ. ആ ഡാ ഇത് കണ്ടോ? നമ്മുടെ പഞ്ചാര കുഞ്ഞത് കണ്ടോ? നമ്മുടെ പഞ്ചാര കുഞ്ഞ് സുന്ദരിയാവാൻ പോവാണോ? ഇങ്ങോട്ട് പൗഡർ ഇട്ട് തരട്ടെ. പൗഡർ പൗഡർ. DNA ടെസ്റ്റ് കഴിഞ്ഞാലെങ്കിലും ബാലേട്ടന്റെ സംശയം തീരുമെന്ന് വിചാരിച്ച നമ്മൾ രണ്ടുപേരും വിഡ്ഢികളായി സീതെടുത്തി. നല്ല പത്തരമാറ്റ് തങ്കം പോലുള്ള ഈ കുഞ്ഞിനെ പരിഗണിക്കാതെ ഇല്ലാത്ത കാക്കപ്പൊന്ന് തിരയാണ് ബാലേട്ടൻ. ഊതി കൊടുക്കാൻ അപ്പച്ചിയമ്മ. അവർ തെരഞ്ഞോട്ടേക്കാലേ. ഞാൻ ഇനി തടയാനൊന്നും നിൽക്കുന്നില്ല. എന്തെങ്കിലും തെറ്റ് മനസ്സിലാക്കുമല്ലോ, അന്ന് പരിഗണിച്ചാ മതി. ഇവിടെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്നത് മണ്ടത്തരാവില്ലേ സീതെടുത്തി? അച്ഛന്റെ സ്നേഹം കിട്ടാൻ ഇവക്കും അവകാശമില്ലേ? അത് ബാലേട്ടൻ നിഷേധിക്കുന്നത് ശരിയാണോ? ശരിയല്ലാന്ന് എനിക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സീതയെടുത്ത് കുറച്ചുകൂടെ ബോൾഡ് ആവണം. ഇവളെ സ്നേഹിച്ചേ പറ്റൂന്ന് ബാലേട്ടനോട് പറയണം. അതെ, ഈ അപ്പച്ചിയമ്മയാ ബാലേട്ടന്റെ ചെവിയില് വേണ്ടാത്തതൊക്കെ കുശുകുശത്തെ എരിവ് കയറ്റുന്നത്. പക്ഷെ അപ്പച്ചിയപ്പനുണ്ടല്ലോ, ശുദ്ധനാ. സീതയെടുത്ത് കരഞ്ഞു പറഞ്ഞാ മതി, അപ്പച്ചിയപ്പൻ നമ്മുടെ ഭാഗത്ത് നിൽക്കും. നമ്മള് മൂന്നുപേരും കൂടെ തറപ്പിച്ചങ്ങ് പറയണം നമ്മുടെ കുഞ്ഞ് ഇവള് തന്നെയാണെന്ന്. അല്ല പിന്നെ. അയ്യോ, മാമൻ കഴിച്ചോണ്ട് കൊച്ചമ്മായുടെ പൊന്നും കൂടെ അങ്ങ് പകുതിയായിപ്പോയി. ഏയ് അതൊക്കെ വെറുതെ തോന്നുന്നത്. എന്റെ മോക്ക് ഒരു ക്ഷീണവും ഇല്ല. അല്ല ചക്കട. അല്ല സീതയെടുത്തി, ഞാനൊരു കാര്യം പറഞ്ഞതിനെ കുറിച്ച് സീതയെടുത്തി ഗൗരവമായി ആലോചിച്ചോ? ഏത് കാര്യം? കണ്ടോ, സീതയെടുത്തി മാറുന്നു. ബോൾഡായിട്ട് നിൽക്കുവാണെങ്കിൽ എല്ലാവരുടെയും വായടപ്പിച്ച് മോളെ വളർത്താനുള്ള വഴി ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ? പക്ഷേ
അതിന് ഞാൻ ആദ്യം നിന്നെ പരിപൂർണമായി വിശ്വസിക്കണമെന്നൊരു കണ്ടീഷൻ നീ വെച്ചില്ലേ? ഉള്ളത് തുറന്നു പറയാലോ, നിന്നെ വിശ്വസിക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ വളർത്താൻ വേണ്ടി തൽക്കാലം എനിക്ക് മറ്റു വഴികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യം വരുമ്പോ ഞാൻ ബോൾഡായ പോരെ കലേ? അതൊക്കെ മതി. അല്ല, എന്നാലും എന്റെ ഐഡിയ എന്താണെന്ന് പോലും ചോദിച്ചില്ലല്ലോ സീതയെടുത്തി. ഞാൻ നിന്നെ വിശ്വസിച്ചാലേ പറയൂന്നല്ലേ നീ പറഞ്ഞത്. അങ്ങനെ നിന്റെ ഐഡിയ അറിയണ്ടാന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. എന്തായാലും അതത്ര നേർവഴിയായിരിക്കില്ലല്ലോ. അയ്യോ അല്ലല്ല, നേർവഴി തന്നെ സീതയെടുത്തി. ബാലേട്ടനെ അപ്പച്ചിയമ്മയെ ധിക്കരിക്കാതെ തന്നെ സീതയെടുത്തേക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇത്തിരി തന്റെ ഇടം കാട്ടണമെന്ന് മാത്രം. ആദ്യം നീ കാര്യം പറ. നേർവഴിയാണോന്ന് നോക്കിയിട്ട് തന്റെ ഇടം കാട്ടണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. എങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ. പറയാൻ കുറച്ച് അധികം ഉണ്ടെങ്കിലേ നീ ഒന്ന് വെയിറ്റ് ചെയ്യ. ഇവക്ക് ഞാൻ ഇച്ചിരി പാല് കൊടുത്തിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. മതിയോ? അതാ നല്ലത്. ശരി ശരി, സീതയെടുത്ത് ചെല്ല്, ഞാൻ വന്നേക്കാം. ഭദ്രകാളി ഇവിടെ വാടി. ഭദ്രകാളി നിങ്ങളുടെ തള്ളയാ, ചുടലേക്ഷി. ദാ വരുന്നു അപ്പച്ചമ്മേ. സീതയെടുത്തി. അതൊക്കെ ആഹാ, മോള് ഉറങ്ങിയായിരുന്നോ? നീ വന്നേ. ഇനി പറ, എന്താ നിനക്ക് പറയാനുള്ളത്? അല്ല, കുഞ്ഞുമണിയുടെ ഭാവിയെ കരുതി മാത്രമാണ് ഞാനിതൊക്കെ പറയുന്നത്. അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും എനിക്കില്ല സീതയെടുത്തി. കൂടുതൽ മുഖവരെ ഒന്നും വേണ്ട കലേ, പറഞ്ഞു. അല്ല, എന്റെ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം ഇവളുടെ പേരിലാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഇവളോടുള്ള അച്ഛന്റെ വാത്സല്യം എനിക്ക് മനസ്സിലാവും. പക്ഷെ സ്വത്തുക്കൾ ഇവളുടെ പേരിലാവുമ്പോ ഇവൾക്ക് പ്രായപൂർത്തിയാവുന്നത് വരെ അത് കൈകാര്യം ചെയ്യേണ്ടത് ബാലേട്ടനോ സീതയെടുത്തിയോ അല്ലേ? ഒക്കെ രവിയേട്ടനെ ഏൽപ്പിച്ചത് തീരെ ശരിയായില്ല. രവിയേട്ടൻ ജോലി ചെയ്ത് നിങ്ങളെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നോക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവൂല്ലേ? പിന്നെ ആവാതിരിക്കുവോ? കുഞ്ഞുമണിയെ വളർത്താൻ സീതയെടുത്ത് പിന്നെ എന്ത് ചെയ്യും? ബാലേട്ടൻ അവളെ തീരെ ഇഷ്ടമല്ലല്ലോ. അവഗണനയുടെ പടുകുഴി കഴിയണോ അതോ സുഖസൗകര്യങ്ങളുടെ പട്ടുമെത്തയിൽ കഴിയണോന്നൊക്കെ തീരുമാനിക്കേണ്ടത് സീതയെടുത്ത് തന്നെ. ഈ സുഖസൗകര്യങ്ങളുടെ പട്ടുമെത്തയിൽ കഴിയാൻ ഞാൻ എന്താ കല ചെയ്യേണ്ടത്? കുഞ്ഞുമണിയുടെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമാ ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. അല്ല, അത് കല നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലായി. എങ്കിൽ സീതയെടുത്ത് എന്റെ അച്ഛനോട് സംസാരിക്കണം. നമ്മുടെ രവിയേട്ടന് കൊടുത്തതുപോലെ സീതയെടുത്തേക്ക് നല്ല ശമ്പളമുള്ളൊരു ജോലി തരാൻ പറയണം. മാസം 1-2 ലക്ഷം രൂപ ശമ്പളം കിട്ടിയ കുഞ്ഞുമണിയെ അന്തസ്സായിട്ട് നമുക്ക് വളർത്താലോ. പക്ഷേ എനിക്ക് ഈ ബിസിനസിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ കലേ. അപ്പൊ എന്ത് ചെയ്യും? അയ്യോ സാരമില്ല, ഞാനില്ലേ കൂടെ. കുഞ്ഞിനെ കുപ്പ അല്ല അപ്പച്ചമ്മ നോക്കിക്കോളൂ. നമുക്ക് ബിസിനസ് ഒക്കെ ഒരുമിച്ച് അങ്ങ് ഡീൽ ചെയ്യാല്ലേ. ഇറങ്ങിയാ ഇവിടത്തെ അലക്കും അടിച്ചുവാരലും ഒക്കെ നിന്റെ തള്ള വന്ന് കഴിയോടി. ഒരു കച്ചവടക്കാരി വന്നിരിക്കുന്നു. എടി, ഇതും പറഞ്ഞ് കുടുംബത്തില് കുത്തിത്തിരിപ്പുണ്ടാക്കാനല്ലോടി നിന്റെ ഭാവം. അയ്യോ അല്ല, കുഞ്ഞുമണിയുടെ ഭാവിക്ക് വേണ്ടിയാ ഞാൻ. കുഞ്ഞുമണിയുടെ പേര് പോലും ഉച്ചരിക്കാൻ യോഗ്യതയില്ല നിനക്ക്. എന്നിട്ടാ അവരുടെ ഭാവിയെ കുറിച്ച് വേവലാതി. എന്തിനാടി ഈ നാടിനും വീടിനും ഭാരമായിട്ട് നീ ജീവിക്കുന്നത്? പോയി ചത്തൂടെ. അപ്പച്ചമ്മയുടെ വാക്കുകൾ പാലിക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. അടുത്തു ഈ ജീവിതം. നല്ലത് കരുതി പറയുന്ന കാര്യങ്ങൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ ഭയങ്കര കഷ്ടമാ. രാമായണത്തിലെ സീതാദേവിയെ പോലെ ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്യണമെന്നാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആണോ? അയ്യോ, സ്വയം അന്തർദാനം ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ പണിക്കാരെ വിളിച്ച് ഭൂമി പിളർത്തി മാറ്റിത്തരാടി. നീ അന്തർദാനം ചെയ്താൽ ഉടനെ ഞാൻ മണ്ണിട്ട് മൂടിയും ചെയ്യാം. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല അപ്പച്ചമ്മ. വല്ലാത്ത വയറുവേദനയും തലകറക്കവും ഒക്കെ ഉണ്ട് എനിക്കിപ്പോ. വൈദ്യുതി തന്ന മരുന്നുകൾ കഴിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല.
ആ മിക്കവാറും എന്റെ അവസാനമാണെന്നാ തോന്നുന്നത്. ഇത് ഇപ്പോഴും നല്ല തലകറക്കം തോന്നുക. ഒക്കെ സഹിച്ചങ്ങ് കടിച്ചു പിടിച്ച് നിൽക്കുവാ ഞാൻ. അല്ല, എന്തായാലും നിങ്ങൾക്കൊക്കെ ഒരു ശല്യമായിട്ട് ഞാൻ അധികകാലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പച്ചമ്മ. എന്തൊരു അസ്വസ്ഥതയത്, എന്തോ വലിയ രോഗമായത് കേട്ടോ. ആ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമാ. വൈദ്യന്റെ മരുന്ന് മതിയോ അപ്പച്ചമ്മേ? കല ഏതെങ്കിലും ഡോക്ടറെ പിന്നെ ഡോക്ടർ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ജോലി ചെയ്യാതിരിക്കാനുള്ള അടവാ. കുറച്ച് ദിവസം ആയി തുടങ്ങിയിട്ട്. ക്ഷീണത്തിനുള്ള കഷായം എടുത്ത് കുടിച്ചിട്ട് പോയി പണിയെടുക്കണി. വയ്യാതായാ പോലും തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല. എന്റെ മാത്രമല്ല, ഓരോ പെണ്ണിന്റെയും വിധിയായത്. ആ സമ്പത്ത് കാലത്ത് 10 തൈ വെച്ചാ ആപത്ത് കാലത്ത് അത് ഉപകരിക്കും. എല്ലാവരും ഓർത്താ നന്ന്. ശ്രീരാമന്റെ ദയ കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ച ശൂർപ്പണഖയ്ക്ക് മാത്രമല്ല, സീതയ്ക്കും അതോ ഗതിയാ. സുഭദ്രേ, എന്താ മനുഷ്യ പേടിപ്പിക്കുന്നത്? നീ എന്താണ് കാണിക്കുന്നത്? ഇതവിടെ കുത്തിയിട്ട് വായിലോട്ട് വെച്ചാ കരണ്ടടിക്കത്തില്ലേ? ഈ കുന്ത്രാണ്ട ഇതിനകത്തോട്ട് കേറുന്നില്ല. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലേ ഇപ്പൊ തന്നെ കേറിയേനെ അങ്ങ് ചിതയിലേക്ക്. കേറി. നീയും ന്യൂ ജനറേഷൻ ആയോ സുഭദ്ര? പിന്നെ ഞാൻ സാധാ റേഷനാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ടേ കുത്തണമെന്ന് രവി പ്രത്യേകം പറഞ്ഞതാ. ഞാൻ അങ്ങ് മറന്നുപോവും, ഫോണ് കെട്ടുപോവുകയും ചെയ്യും. അല്ല, ഓഫായി കഴിഞ്ഞാ പിന്നെ നീ എങ്ങനെ ഓണാക്കും? അതൊക്കെ രവി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ദേ ഇതേ പിടിച്ച് ഞെക്കിയാ മതി. കണ്ട, ഇത്രേ ഉള്ളു സൂത്രം. പിന്നെ ഒറ്റ കുഴപ്പേ ഉള്ളു, വെളിച്ചം തെളിഞ്ഞാണ്ട് ഉടനെ അങ്ങ് പൂട്ട് വീണു പോവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട്. അതാ അവളിങ്ങനെ പൂട്ടി വെച്ചിരിക്കുന്നത്. അല്ല, രവി ബാംഗ്ലൂരിൽ പോയ സ്ഥിതിക്ക് നമുക്ക് മയിലുമോളെ ഇങ്ങോട്ട് വിളിച്ചൂടെ? മതികലയുടെ വെളച്ചിലൊന്നും അവളെടുത്ത് നടക്കത്തില്ല, പറപ്പിക്കും അവള്. വിളിക്കേണ്ട സുന്ദരി, അവളൊരു വലിയ ദൗത്യത്തിന് ഇറങ്ങിയതാ. അത് കഴിയുമ്പോ ആരും വിളിക്കാതെ അവൾ തിരിച്ചു വന്നോളൂ. തുടങ്ങി പിന്നെ ഒരു ദൗത്യം. എന്റെ മനുഷ്യ വല്ലതും മനസ്സിലുണ്ടെങ്കിൽ തുറന്നു പറ. ചോദിക്കേണ്ട സുഹൃത്തെ, ഞാൻ പറയില്ല, പറയാൻ പാടില്ല. ഞാനേ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കും. മയിലിന്റെ കാര്യം ചോദിച്ചാൽ ഉടനെ ഈ മുങ്ങൽ പതിവാ. എന്റെ നാവിനെ പേടിച്ച് എങ്ങും പോകണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. തീർന്നല്ലോ. എന്താടി ഒരു ശബ്ദം? അതെ, ദേ അതിൻ്റെതാ. കൂട്ടിയിരിക്കുകയാണെങ്കിലും വിളി വന്നാ എടുക്കാൻ പറ്റും. നടുക്കൂന്ന് വലത്തോട്ടൊന്ന് വരച്ചാ മതി. പക്ഷേ നിർത്താൻ എനിക്കറിയില്ല. അത് കിടന്ന് കരഞ്ഞോണ്ടേ ഇരിക്കുന്നു. എന്താടി ചെയ്യാ? നിങ്ങൾ മിണ്ടാതിരുന്നാ ഞാൻ ഫോൺ എടുക്കാം. വിളിക്കുന്നവൻ എന്താണ് പറയുന്നതെന്ന് അറിയാലോ. അല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിങ്ങനെ കുത്തി വെച്ചിരിക്കുമ്പം ചെവിയിൽ വെച്ചാൽ കറണ്ട് അടിക്കൂലേ? ശരിയാ, ഊരിക്കോ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഹലോ മാഡം, ഫോൺ വീണ്ടും ഓൺ ചെയ്തു അല്ലേ? ഞാനൊന്ന് വെറുതെ വിളിച്ചു നോക്കിയതാ. ഹലോ മാഡം, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ, എന്തു പറ്റി? കേൾക്കാൻ പറ്റുന്നില്ലേ? മനസ്സിലായി. സംസാരിക്കുന്നത് ആരും അറിയാൻ പാടില്ലല്ലേ? ശരി ശരി, എങ്കിൽ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇനിയിപ്പോ വേറെ മൊബൈൽ ഫോൺ വാങ്ങണ്ടല്ലോ. വേണ്ട, ഇത് മതി. DNA ടെസ്റ്റ് പോലെ എന്തെങ്കിലും സഹായം അത്യാവശ്യമായിട്ട് വന്നാ വിളിക്കണം. എന്തിനും ഞാൻ കൂടെ ഉണ്ട് കേട്ടോ.
എങ്കിൽ ശരി, ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. നിനക്കെന്താടി മതികലയുടെ ബാധ കയറിയോ? അല്ല, ഈ കുന്ത്രാണ്ടം കെട്ടുപോണതിന് ഒന്ന് കുത്തിവെക്കി മനുഷ്യ. എന്തായി സുഭദ്രേ? DNA ടെസ്റ്റ് പോലെ സഹായം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്നാ അയാൾ പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? ആ പരിശോധനയിൽ എന്തോ കള്ളത്തരം നടത്തിയെന്നല്ലേ? അല്ല, അങ്ങനെ തന്നെയാണോ സുഭദ്ര അയാൾ പറഞ്ഞത്? നീ കേട്ടത് തെറ്റിയതൊന്നുമല്ലല്ലോ. അല്ല, അത് തന്നെയാ പറഞ്ഞത്. എന്റെ ചെവിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. അല്ല, ആരാ വിളിച്ചത്? അത് പറഞ്ഞില്ല. മാടാന്നാ വിളിച്ചത്. അപ്പ അവിടെ ശിങ്കിടിയാ, അല്ലാതെ കൂട്ടുകാരനല്ല. ശിങ്കിടിമാരുമായിട്ട് അവൾക്ക് ഇപ്പോഴും ബന്ധമുണ്ടോ? എന്താ സംശയം? വൈദ്യനെ വിളിക്കാൻ പോയപ്പോ അവൾ ആരെയോ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ? ആ കുഞ്ചു അവളെ അന്വേഷിച്ച് ഇവിടെ വന്നില്ലേ? ഇനിയിപ്പം വേറെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരണ്ടല്ലോ എന്നാ അയാള് പറഞ്ഞത്. അതിന്റെ അർത്ഥം മുമ്പ് അവള് ഫോൺ ചോദിച്ചിട്ടുണ്ടെന്നല്ലേ? അതെ, സംശയം വേണ്ട. ഇവളുടെ എല്ലാ കള്ളത്തരങ്ങളും വിളിച്ചവനറിയാം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അവൾ ഇവിടെ കുട്ടിച്ചോറാക്കും. ഞാനേ ബാലനെ ഒന്ന് അറിയിച്ചിട്ട് വരാം. പിടിച്ചോ. മക്കളെ, ആ മറുതയുടെ ഈ ഫോണിലേക്ക് ഇപ്പൊ ആരോ വിളിച്ചിരുന്നു. ആരാ അപ്പച്ചിയമ്മേ? അതറിയത്തില്ല. ആ ഫോണിന്റെ നമ്പർ എടുക്കാൻ പറ്റുന്നില്ല, പൂട്ട് വീണുപോയി. നീ ഒന്ന് നോക്കിയേ. നമ്മൾ വിചാരിച്ച ലോക്ക് അടിക്കാൻ പറ്റില്ല അപ്പച്ചിയമ്മേ. ലോക്ക് എന്താന്ന് അവൾക്ക് അറിയാമോ? ആരാ വിളിച്ചെന്ന് അപ്പച്ചിയമ്മ നോക്കിയായിരുന്നോ? ഇംഗ്ലീഷ് ആയതുകൊണ്ട് പേര് വായിക്കാൻ പറ്റിയില്ല മക്കളെ. സൂത്രത്തിൽ ഞാൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. എന്നിട്ട് മാടോന്നും വിളിച്ച് ആണൊരുത്തനാ സംസാരിച്ചത്. അയാൾ കുഴപ്പക്കാരനാ, അതെനിക്ക് ഉറപ്പാ. അപ്പച്ചിയമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? അത് പിന്നെ DNA ടെസ്റ്റ് പോലെ വല്ല സഹായവും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേന്ന് അയാൾ പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അർത്ഥം ആ വലിയ പരിശോധനയിൽ ഇവളും അവനും ചേർന്ന് എന്തോ തിരിമറി നടത്തിയെന്നല്ലയോ മക്കളെ? അതെ, നമ്മുടെ സംശയം സത്യമാവുക. എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട്. ഈ വിളിച്ചവൻ സഹായിച്ചു കാണും അവളെ. ഇവനെ തന്നെയാവും വൈദ്യരെ കാണാൻ പോകുന്ന വഴി അവൾ വിളിച്ചതും. ആ ഫോൺ നമ്പർ നിന്റെയിലുണ്ടല്ലോ. നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എന്റെ കയ്യിലേക്ക് ഇതാ. നല്ല പുളിച്ച തെറി വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട. എന്തിനാ അവനെ വിളിക്കുന്നത്? ഇവിടെ ഉണ്ടല്ലോ ഒന്നാം പ്രതി. കൊല്ലാക്കൊല ചെയ്തിട്ടാണേലും അവളെ കൊണ്ട് പറയിപ്പിക്കാം എന്താ നടന്നതെന്ന്. തൽക്കാലം അറിഞ്ഞ ഭാവം നടിക്കേണ്ട അപ്പച്ചിയമ്മേ. ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കേസല്ല. നിയമത്തിന്റെ വഴിക്കാണ് നീങ്ങേണ്ട കാര്യങ്ങൾ. കോടതിയാ DNA ടെസ്റ്റിന് ഉത്തരവിട്ടത്. മുംതാസ് മാഡം നേരിട്ട റിസൾട്ട് വാങ്ങി കോടതിയിൽ എത്തിച്ചതും. അതിനിടയിൽ എന്തെങ്കിലും കള്ളക്കളി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് പോലീസുകാർ തന്നെയാണ്. എന്നാ പിന്നെ വൈകണ്ട. മക്കൾ വേഗം മുംതാസ് മാഡത്തിനെ വിളിക്കും. എന്നിട്ട് നമ്മുടെ സംശയം പറ. മാഡം, ഞാൻ വയലോരം വീട്ടിലെ ബാലേന്ദ്രനാണ്. ശരി, ഓക്കെ മാഡം. മാഡം എന്താ തിരക്കില അപ്പച്ചിയമ്മേ? തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. വിളിക്കട്ടെ. തൽക്കാലം ഇങ്ങനെ ഒരു ഫോൺ വിളി മതികലേക്ക് വന്ന കാര്യം വേറെ ആരും അറിയണ്ട. ഫോൺ അപ്പച്ചിയമ്മ തന്നെ സൂക്ഷിച്ചു. ഇനി ഇതിലോട്ട് കോൾ വന്ന് എടുക്കണ്ട. നേരെ എൻ്റെ കൈ കൊണ്ട് തന്നാൽ മതി. ആയിക്കോട്ടെ മക്കളെ. എന്തൊക്കെ രഹസ്യങ്ങളാ ഇതിനകത്തുള്ളതെന്ന് ദൈവത്തിന് മാത്രം അറിയാം.
എനിക്ക് വിശപ്പില്ല സീതെ, നിങ്ങൾ കഴിച്ചു. എന്തിനാ ബാലേട്ട ഇങ്ങനെ പട്ടിണി കിടന്ന് ശരീരം ക്ഷീണിപ്പിക്കുന്നത്? കഷായം അരിഷ്ടമൊക്കെ കഴിക്കേണ്ടതല്ലേ? ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെ മരുന്ന് കഴിക്കുന്നത്? മരുന്ന് ഞാൻ കഴിക്കാം, എടുത്തുണ്ടോ? പറ്റില്ല. ആഹാരം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് മരുന്ന് കഴിക്കാവൂന്ന് വൈദ്യര് പ്രത്യേകം പറഞ്ഞതാ. അല്ലെങ്കിൽ വയറെരിയും. വയറിന്റെ എരിച്ചിലൊക്കെ സഹിക്കാം, പക്ഷേ മതി. ഇനി മനസ്സിന്റെ എരിച്ചിലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്നറിയാം. കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പകല് മുഴുവൻ അപ്പച്ചമ്മയും ബാലേട്ടനും കൂടി ചൂട് പിടിച്ച ചർച്ചയിലായിരുന്നല്ലോ. എന്താ പുതിയ വിഷയം? പിറക്കാത്ത മകനെ കണ്ടെത്താൻ വഴി വല്ലതും തെളിഞ്ഞു? പരിഹാസം നന്നായി. പിറക്കാത്ത മകൻ അല്ലേ? നീ തന്നെ ഇതൊക്കെ മാറ്റി പറയും. എങ്ങനെ എങ്ങനെ ഒരു അമ്മയുടെ മനസ്സിനെ മാറ്റാൻ പറ്റുമെന്നാ ബാലേട്ടൻ കരുതിയിരിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. എന്നാലും ഇപ്പൊ എനിക്ക് പുതിയ ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയം? അത് പിന്നെ DNA ടെസ്റ്റിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോന്നാ ഞങ്ങളുടെ സംശയം. ഈ ഞങ്ങളെന്ന് പറയുന്നത് ബാലേട്ടനും അപ്പച്ചിയമ്മയും അല്ലേ? അതെ. മെഡിക്കൽ നോളജ് തീരെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ DNA ടെസ്റ്റിനെ സംശയിക്കുന്നത്. അച്ഛന്റെ അമ്മയുടെയും ജനിതക ഘടകങ്ങൾ ചേർന്ന ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത്. അതിന്റെ പരിശോധനയ്ക്കാ നമ്മൾ ബ്ലഡ് കൊടുത്തത്, അതും ഒരുമിച്ച് പോയിട്ട്. അതിൽ എന്ത് തിരിമറി നടക്കുന്ന ബാലേട്ടൻ പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു അരുതാത്ത എന്തോ നടന്നിട്ടുണ്ടെന്ന്. അരുതാത്തത് എന്തെങ്കിലും നടക്കണമെങ്കിൽ ലാബിൽ നിന്ന് രക്തസാമ്പിളുകൾ മാറണം. ഒന്നുകിൽ ബാലേട്ടന്റെ എന്റെയും സാമ്പിൾസ്, അതും അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ സാമ്പിൾ. ഇതിലേതെങ്കിലും മാറാതെ റിസൾട്ട് മാറില്ല. എന്റെ സംശയം അത് തന്നെയാ. പോലീസിന് നല്ല പിടിപാടുള്ളവളാ മതികല. അവളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോന്ന് എന്റെ ഭയം. ഈ വീട്ടിലെ പുറംപണിക്കാരിയായിട്ടാണ് ഇപ്പൊ കല നിൽക്കുന്നത്. ഉപയോഗിക്കാൻ ഒരു ഫോൺ പോലും ഇല്ലാതെ അവൾ എന്ത് ചെയ്യുമെന്ന ബാലേട്ടനി പറയുന്നേ? അങ്ങനെ അവളെ നിസ്സാരയായൊന്നും കാണണ്ട. വൈദ്യര് വിളിക്കാൻ പോയിട്ട് അവൾ ആരെയോ ഫോൺ ചെയ്തത് എങ്ങനെയാന്ന് നീയും അറിഞ്ഞതല്ലേ? DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരും മുമ്പേ ആ സഞ്ജു ഇവിടെ വന്നിരുന്നതായിട്ട് അപ്പച്ചിയമ്മയും പറഞ്ഞു. എല്ലാം കൂട്ടി വായിക്കുമ്പം എന്റെ സംശയം കൂടുക. ശരി, ബാലേട്ടന്റെ സംശയം മുഴുവൻ മാറാൻ ഞാനൊരു വഴി പറയാം. എന്താ? നമുക്ക് ഒരു DNA ടെസ്റ്റ് കൂടി നടത്തിയാലോ? ഞാൻ മകളെന്നും ബാലേട്ടൻ അനിന്ദ്രവളെന്നും കരുതുന്ന നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ട്. എത്ര നാളെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്? ഒരു ശാസ്ത്രീയ പരിശോധനയിലെങ്കിലും സത്യം തെളിയുന്നെങ്കിൽ തെളിയട്ടെ. അങ്ങനെയെങ്കിലും ബാലേട്ടന്റെ കണ്ണും മനസ്സൊന്ന് തുറക്കട്ടെ. ഇനി പട്ടിണി കിടക്കണ്ട. വാ. അയ്യോ, ഓണുന്നോടാ ഓണുന്നോടാ ചക്കരെ. ഓണുന്നു പോയോടാ ചക്കരെ. ഒച്ചോടാ അമ്മയുടെ പൊന്നുമായോടാ. വാ 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 വാ. ഓ ഓ ഓ ഓ, എന്തു പറ്റി? ഓണുന്നു പോയോടാ മുത്തേ. നീ കാരണം എന്തൊക്കെയാ മുത്തേ ഈ അമ്മ അനുഭവിക്കേണ്ടി വരുന്നത്? ഇത് വല്ലതും നീ അറിയുന്നുണ്ടോ? നിന്റെ കൊച്ചമ്മായി പറയുന്നതിൽ ഇച്ചിരി കാര്യമുണ്ട് കേട്ടോ. നീ എന്റെ മകളാണെന്ന് വിശ്വസിക്കാത്തവരുടെ ഇടയിൽ നിന്നെ വളർത്തിയെടുക്കാൻ ഈ അമ്മ ഇച്ചിരി ബുദ്ധിമുട്ടുമല്ലോടാ കണ്ണ. നീ വലുതാവുമ്പോ വലിയ പണക്കാരിയാവും. അപ്പോ നീ അമ്മയെ മറക്കൂടാ. നിനക്കങ്ങനൊന്നും ആവാൻ പറ്റൂലെന്ന് എനിക്കറിഞ്ഞൂടെ. കാരണം നീ എന്റെയും ബാലേട്ടന്റെയും ചോരയാ. ആരെയും വേദനിപ്പിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേരുടെ മോളാ നീ. ദേ, അത് തെളിയിക്കാനായിട്ടെ പരിശോധന നടത്താന്ന് വരെ ഈ അമ്മ സമ്മതിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛനെ നിനക്ക് പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയാ. കേട്ടോ? കേട്ടോടാ? എന്തായി സുഭദ്രേ? കലയെ വിളിച്ചത് ആരാണെന്ന് വല്ല പിടിയും കിട്ടിയോ? അങ്ങനെ എളുപ്പം പിടികിട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ അവൾ ആ ഫോൺ അങ്ങനെ കടുങ്കട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുന്നത്.
ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ആ ഫോണിന്റെ പൂട്ട് തുറന്ന എന്തെങ്കിലുമൊക്കെ ഈ വീട്ടിൽ നടക്കും. ഒന്നും നടക്കാൻ പോകുന്നില്ല സുഭദ്ര. നീയും രവിയും ബാലനും ഒക്കെ കലയെ ഇവിടെ നിറക്കാൻ എന്തൊക്കെ സൂത്രങ്ങൾ നോക്കി. അവൾ ഇറങ്ങിയോ? ഇല്ലല്ലോ. ഇനി ഫോണിൽ രഹസ്യം അറിഞ്ഞാലും അവള് പോയില്ല. അവൾ ഇറങ്ങിയില്ലെങ്കിലേ ഞാൻ ഇറക്കും. അറ്റകൈ പ്രയോഗമൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാ ചെറിയ ചെറിയ ഉച്ചാടന കർമ്മങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ചുട്ട കോഴിയെ വരെ പറപ്പിക്കുന്ന ക്രിയകൾ വേറെയുണ്ട്. സമ്മതിച്ചു. എന്റെ സഹായം വല്ലതും ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. ബാലന്റെയും സീതയുടെയും രക്തപരിശോധനയില് അവൾ തിരിമറി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പിന്നെ അവളോട് അനുകമ്പ കാണിക്കില്ല. എങ്കിൽ നമുക്ക് ഈ ഫോണിന്റെ പൂട്ടഴിക്കാൻ നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യേ, മനസ്സിജനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അവനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറ. മനസ്സിച്ചൻ വരുമോ സുഭദ്രേ? കുട്ടിമണിയെയും കൊണ്ടേ വരുമെന്ന് പ്രതിജ്ഞ എടുത്തല്ലേ അവൻ പോയത്. അതെപ്പോ? അങ്ങനെയൊന്നും അവൻ പറഞ്ഞതായിട്ട് എനിക്കറിയില്ലല്ലോ. എന്തോ കള്ളത്തരം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. എന്നോട് പറ, ഞാൻ അറിയാതെ മനസ്സിജൻ ഇവിടെ വന്നിരുന്നോ? അത് പിന്നെ വന്നോന്ന് ചോദിച്ചാ ഒരിക്കൽ വന്നപ്പം അകത്തേക്ക് കയറാതെ അവൻ പോയി എന്ന് രവി സീത എന്നോട് പറഞ്ഞു. അന്നേരാണോ മനസ്സിജൻ അങ്ങനെ പറഞ്ഞത്? അല്ല സുഭദ്ര, കുഞ്ഞുമണിക്ക് തുള്ളി മരുന്ന് കൊടുക്കാൻ നീയും സീതയും പോയ ദിവസം മനസ്സിജൻ ഇവിടെ വന്നിരുന്നു. ബാലനെ കണ്ടിട്ട് പോവാനാ വന്നത്. പക്ഷേ മതികലയെ കണ്ടതോടെ മനസ്സിജന്റെ സമനില തെറ്റി. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. അവൻ ഇറങ്ങിപ്പോയി. എന്നിട്ടെന്താ ഇതൊക്കെ എന്നോട് പറയാതിരുന്നത്? സീതയും അറിഞ്ഞിട്ടില്ലല്ലോ ഇതൊന്നും. നിങ്ങളോട് പറയണ്ടെന്ന് രവി പറഞ്ഞു സുഭദ്ര. മനസ്സിജൻ ഇവിടെ വന്ന് കുഞ്ഞിനെ ബാലിനെ കാണരുതെന്ന് സീത കർശനമായിട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാ മനസ്സിജൻ ഇങ്ങോട്ട് വരാത്തത്. അല്ലാതെ നമ്മളോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. എങ്കിലേ നിങ്ങൾ നാളെ തന്നെ പോയി മനസ്സിജനെ കാണണം. അവനോടൊന്ന് വരാൻ പറയണം. എനിക്കവനെ കണ്ടേ പറ്റൂ. സീത കടുങ്കൈ വല്ലതും കാണിച്ചാലോ സുഭദ്ര? ഒരു കടുങ്കയും കാണിക്കത്തില്ല. എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. കുട്ടിമണിയുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് എത്ര നാളായി. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. നാളെ തന്നെ നിങ്ങൾ പോയേ പറ്റൂ. ശരി, ഞാൻ അവനെ പോയി കാണാം സുഭദ്രേ. എന്താ ഒരു ശബ്ദം കേട്ടത്? അറിയില്ല. പിന്നെ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. സീതയോ മറ്റോ ഛർദ്ദിക്കുകയാണെന്ന് തോന്നുന്നു. ഒന്നിനെ കണ്ടില്ലല്ലോ. നട്ടപ്പാതിരാക്കി നീ എന്താടി ശബ്ദം ഉണ്ടാക്കി മനുഷ്യരെ പേടിപ്പിക്കുകയാണോ? വല്ലാതങ്ങ് ഛർദിക്കാൻ വരുമോ അപ്പച്ചമ്മ? അതെ, ഭയങ്കര മനം പുരട്ടല്. വലിച്ചു വാരി തിന്നുമ്പോ ആലോചിക്കണമായിരുന്നു, വയറ്റി പിടിക്കത്തില്ല. അയ്യോ, ഇത് ആഹാരത്തിന്റെ കുഴപ്പമൊന്നും അല്ല. വിവാഹം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികൾക്കും വരാറുള്ള അസുഖം അപ്പച്ചമ്മ ഇത്. രവിയേട്ടന്റെ കുഞ്ഞിനെ ഓമനിക്കാൻ അപ്പച്ചമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം കാണുമെന്ന് എനിക്കറിയാം. നീ വെറുതെ കള്ളൊന്നും പറയണ്ട. എന്നെ പറ്റിക്കാനാണ് ഭാവമെന്ന് എനിക്കറിയാം. അയ്യോ, കള്ളമല്ല, ശരിക്കും ഞാൻ പ്രഗ്നന്റ് അപ്പച്ചമ്മ. ഇതൊന്നും അല്ല, ദഹനക്കേടിൻ്റെതാ. ഈ ഗർഭിണി പെണ്ണുങ്ങൾ ഓർക്കാനിക്കുന്നതേ കൂടുതലും രാവിലെയാ. ആ, എനിക്കും രാവിലെ അപ്പച്ചമ്മ ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. പിന്നെ ഈ ചിലരുടെ പ്രകൃതം വെച്ചേ 24 മണിക്കൂർ ഛർദിക്കുമെന്നാ വൈദ്യര് പറഞ്ഞത്. ഞാൻ ആ ടൈപ്പാണ്. ടൈപ്പല്ല, കമ്പ്യൂട്ടർ. രാത്രി ഇവിടെ മുറ്റം വൃത്തിയേടാക്കാതെ കയറി പോടിയകത്ത്. പിന്നെ പിന്നെ തികട്ടി വരും അപ്പച്ചമ്മ. എന്നാലേ നീ ഇവിടെ തന്നെ നിന്ന് വാള് വെച്ചോ. അതെ, ഇന്ന് വെള്ളിയാഴ്ചയാ. ശാരദ ഇവിടൊക്കെ തന്നെ കാണും. അപ്പച്ചമ്മ നില്ല, ഞാനും വരുവാ.
അയ്യോ ശാരദയല്ല, ഞാനാ. തികട്ടി വന്നതൊക്കെ തിരിച്ചകത്തേക്ക് പോയോ മോളെ? കർക്കിടകവാവിങ് അടുത്തു. ആത്മാക്കൾക്ക് ശക്തി കൂടുന്ന സമയോ. അപ്പച്ചമ്മ ഇതുവരെ കിടന്നില്ലേ? മതികല ഇവിടെ പിന്നെയും കുടിവെച്ചിട്ട് 2 മാസം കഴിഞ്ഞല്ലേ? ഈ രാത്രിയിൽ എന്തിനാ അതിന്റെ കണക്കെടുക്കുന്നത്? അവളുടെ ഈ തലചുറ്റലും ഓർക്കാനും ഒക്കെ കാണുമ്പോ എനിക്കൊരു പേടി. രവിക്ക് അബദ്ധം പറ്റി കാണുമോ മോളെ? അബദ്ധം എന്നൊക്കെ എങ്ങനെയാ പറയാൻ പറ്റുന്ന അപ്പച്ചമ്മ? നിയമപരമായിട്ട് കല ഇപ്പോഴും രവിയുടെ ഭാര്യയല്ലേ, ബന്ധം ഒഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആ അതൊക്കെ നേരാ. എന്നാലും നിജസ്ഥിതി അറിയാൻ എന്താ ഒരു മാർഗം? ദേ അപ്പച്ചമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ, നിജസ്ഥിതിയൊക്കെ താനേ അറിഞ്ഞോളൂ. അയ്യോ ദാ വരുന്നു, ഞാനും കൂടെ ചെല്ലട്ടെ. അപ്പച്ചമ്മ ലൈറ്റ് അണിച്ചേക്കട്ടെ. മുരുക ആണ്ടവനെ, പുറത്തുപോയ സുഭദ്രയെ കാണുന്നില്ലല്ലോ. എന്താ സുഭദ്രേ, എന്താ പ്രശ്നം? മതികലയ്ക്ക് ഛർദില്. വയറ്റി പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചു കാണും, അല്ലാതെന്താ? ഇതൊന്നുമല്ല, സംഗതികൾ ആകപ്പാടെ കുഴഞ്ഞൂന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ സുഭദ്രേ നീ പറയുന്നത്? ഒരു ഛർദി കാരണം എന്ത് കുഴയാനാ? ദാണ്ടെ പൊട്ടത്തരം പറയാതെ മിണ്ടാതിരുന്നോളണം അവിടെ. മതികലയുടെ കുളി തെറ്റിയോന്നാ എന്റെ സംശയം. അവളും അത് തന്നെ പറയുന്നത്. രവി കുരുത്തക്കേട് കാണിച്ചോന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉറപ്പായി തുടങ്ങി. അവള് ഗർഭിണിയാണെന്ന് നീ ഉറപ്പിച്ചോ സുഭദ്രേ? ഉറപ്പിച്ചിട്ടൊന്നുമില്ല, അവളല്ലേ കക്ഷി. വയറ്റിൽ തലയണ കെട്ടിവെച്ച് വരെ അവൾ അഭിനയിക്കും. പിന്നെ നാളെ വൈദ്യം വരുമ്പം വിശദമായിട്ടൊന്ന് പരിശോധിക്കാൻ പറയണം. അതെ, അതാ നല്ലത്. സംഗതി ഉറപ്പിച്ചിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടത്. ഗോവിന്ദൻകുളങ്ങര അമ്പലത്തിൽ നാളെ സപ്താഹം തുടങ്ങുക. മുടങ്ങാതെ 7 ദിവസവും പോണം. സപ്താഹത്തിന് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നാളെ തന്നെ മനസ്സിനെ പോയി കണ്ടോളണം, കേട്ടല്ലോ? കേട്ടേ. തൽക്കാലം നമുക്ക് ഉറങ്ങാം സുഭദ്രേ. ഓ പോയി കിടക്കുന്നതിന് മുമ്പ് വലി തുടങ്ങിയോ? Yeah.